ഈ എ ഐ പവേർഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാസ്റ്ററി ക്ലാസ്സിൽ നമ്മൾ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് 3 ലെയറുകളായിട്ടാണ്. അതിലൊന്ന് ഫൗണ്ടേഷൻ റീസെറ്റ് എന്നുള്ളതാണ്, രണ്ടാമത്തത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് എ ഐ ഇൻ്റഗ്രേഷനും, മൂന്നാമത്തത് സ്ട്രാറ്റജിക് ഡയറക്ഷൻ ആൻഡ് ഡിസിഷൻ എന്നുള്ളതാണ്. ഫൗണ്ടേഷൻ റീസെറ്റിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഈ ഒരു മാസ്റ്ററി ക്ലാസ് എന്താണ്, അതുകൂടാതെ ആരൊക്കെ ഇത് പഠിക്കണം, ഇതെങ്ങനെയാണ് ഈ ഒരു 90 മിനിറ്റ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്, അതുകൂടാതെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ലാൻഡ്സ്കേപ്പ് എന്താണെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരിക, ബിഗിനേഴ്സും പ്രൊഫഷണൽസും എങ്ങനെയാണ് മാർക്കറ്റിങ്ങിനെ അപ്രോച്ച് ചെയ്യുന്നത്, അതുകൂടാതെ ഓരോ മോഡ്യൂൾസിൻ്റെയും റിയാലിറ്റി എന്താണ്, അതിനകത്ത് നമ്മൾ എങ്ങനെയാണ് ഒരു മൈക്രോ ഡിസിഷൻ എടുക്കേണ്ടത്, ഇത്രയും കാര്യങ്ങളാണ് ക്ലാരിറ്റി മാസ്റ്റർ ക്ലാസ്സിൽ ഫൗണ്ടേഷൻ റീസെറ്റിൽ നമ്മൾ സെറ്റപ്പ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് യു വിൽ ഡിസൈഡ് വൈ യു ആർ ലേണിംഗ്, നിങ്ങൾ എന്തിനാണ് ഇത് പഠിക്കുന്നതെന്ന് കൃത്യമായൊരു ഐഡിയ നിങ്ങൾക്ക് ലഭിക്കും. അതിനുശേഷം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് എ ഐ ഇൻ്റഗ്രേഷൻ എന്നുള്ളതാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് എ ഐ ഇൻ്റഗ്രേഷനിൽ നമ്മൾ ഫ്രെയിം വർക്ക് യൂസ്ഡ് ബൈ മോഡേൺ മാർക്കറ്റേഴ്സ്, ഇപ്പോൾ ഉള്ള മാർക്കറ്റിംഗ് ചെയ്യുന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളൊക്കെ എങ്ങനെയാണ് ഒരു മാർക്കറ്റിങ്ങിനെ അപ്രോച്ച് ചെയ്യുന്നത്, അവരെങ്ങനെയാണ് ഒരു മാർക്കറ്റിംഗ് സെറ്റപ്പ് ചെയ്യുന്നത്, എ ഐ സ്കിൽ മാപ്പിംഗ് അക്രോസ് മോഡ്യൂൾസ്, എ ഐ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ടൂൾസ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്, എവിടേക്കായിരിക്കും ഇത് അപ്ലൈ ചെയ്യേണ്ടി വരിക, എ ഐ കംപ്ലീറ്റ്ലി ഈ മാർക്കറ്റേഴ്സിനെ റീപ്ലേസ് ചെയ്യുമോ, ഇതിനെപ്പറ്റിയുള്ള കൺഫ്യൂഷൻസ് എല്ലാം നമ്മൾ സോർട്ട് ഔട്ട് ചെയ്ത് എവിടെയൊക്കെ അപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കാം. അതുകൂടാതെ ഇൻഡസ്ട്രി എക്സ്പെക്റ്റേഷൻസ് ആൻഡ് സ്കിൽ ഗ്യാപ്പ്, നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ഇൻഡസ്ട്രി എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരിക. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് സർട്ടിഫിക്കറ്റുമായിട്ട് ഒരിടത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടുമോ, അതോ ഇൻഡസ്ട്രി എന്താണ് ആഗ്രഹിക്കുന്നത് നിങ്ങളിൽ നിന്ന് കിട്ടേണ്ടത്, ഇനി എന്തൊക്കെ സ്കിൽ ഗ്യാപ്പുകളാണ്, ഇപ്പോഴും ഇൻഡസ്ട്രിക്ക് കിട്ടാത്ത കുറേ സ്കിൽസ് ഉള്ള ആളുകളുണ്ട്. അപ്പോൾ ആ സ്കിൽ ഗ്യാപ്പുകൾ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സ്കില്ലും കൂടെ അക്വയർ ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ജോബ് പ്ലേസ്മെൻറ്റ് കിട്ടും. അതുകൂടാതെ ബിസിനസ് ഓണേഴ്സിന് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന് സ്കിൽഡ് ആയിട്ടുള്ള ആളുകളെ ഫൈൻഡ് ഔട്ട് ചെയ്തെടുക്കാനും സാധിക്കും. ഇതിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത് എന്താണ്, അണ്ടർസ്റ്റാൻഡ് വൈ എ ഐ പവേർഡ് ലേണിംഗ് ഈസ് നോൺ നെഗോഷ്യബിൾ, അതായത് എ ഐ ഉപയോഗിച്ച് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് ഒരു കാരണവശാലും ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കും. മൂന്നാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് സ്ട്രാറ്റജിക് ഡയറക്ഷൻ ആൻഡ് ഡിസിഷൻ എന്നുള്ളതാണ്. സ്ട്രാറ്റജിക് ഡയറക്ഷനിൽ നമ്മൾ കരിയറും അതുപോലെ തന്നെ അതിൻ്റെ എക്സാക്റ്റ് റോഡ് മാപ്പും സെറ്റപ്പ് ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെയായിരിക്കണം, ഞാൻ എന്താണ് ആവേണ്ടത് എന്നുള്ളൊരു ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കുക. അതിനകത്ത് തന്നെ നമുക്കൊരു ഡിസിഷൻ ഫ്രെയിം വർക്ക് ഉണ്ട്. നമ്മൾ എന്തൊക്കെ ഡിസിഷൻ, ഏതൊക്കെ ടൂൾസ് പഠിക്കണം, ഏതൊക്കെ മോഡ്യൂൾസ് പഠിക്കണം, അതിൽ ഏതൊക്കെ ലെവൽ വരെ പോകണം, അതിൽ തന്നെ ഏതൊക്കെ കൃത്യമായ ടൂൾസാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഇതെല്ലാം മനസ്സിലാക്കുന്ന ഒരു സെക്ഷനാണ്. ഇനി ഫൈനൽ ഡയറക്ഷൻ ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്സ്, അടുത്തതായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. ഈ ഒരു ക്ലാരിറ്റി മാസ്റ്റർ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ഡയറക്ഷൻ കിട്ടി, ഇനി അടുത്തത് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത്. ഇതിന് ശേഷം ഉണ്ടാകുന്ന ഔട്ട്കം എന്ന് പറയുന്നത് യു വിൽ ബി റെഡി ടു ഡിസൈഡ് നോട്ട് കൺഫ്യൂസ്ഡ്. നിങ്ങൾക്ക് ഈ ഇൻഡസ്ട്രിയിലുള്ള എല്ലാ കൺഫ്യൂഷൻസും ഒഴിവാക്കി എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്നുള്ളൊരു ക്ലാരിറ്റി കിട്ടും. അപ്പോൾ ഈ ഒരു സെക്ഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമുക്ക് ഓരോ സെഷനിലേക്കും ഫൗണ്ടേഷൻ റിസെറ്റിൻ്റെ ക്ലാസ്സിലേക്ക് നമുക്ക് പോകാം.